പറയുമ്പോ പൈസ തന്നിട്ടുണ്ട് എല്ലാം മൂന്നൊക്കെ കൈവിരിക്കലും ഒരു അനാശ്വാസ്യം തേറി പറഞ്ഞത് കൈ അയച്ചാല് ഇങ്ങനെ കാട്ടിയതാണ് കാട്ടിനടി വരലുകള് കാട്ടിനടിയില് എനിക്ക് നല്ല പെയിൻ. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള റോഡിലെ കാന പൊളിക്കുന്നതിനായി കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറും ഉദ്യോഗസ്ഥരും JCBയുമായി എത്തി. ഹോട്ടൽ ജീവനക്കാരുമായി നടന്ന തർക്കത്തെ തുടർന്നുണ്ടായി സംഘർഷമുണ്ടായിരിക്കുകയാണ്. ഈ സംഘർഷത്തിൽ ഹോട്ടൽ ജീവനക്കാരിയായ യുവതിക്ക് പരിക്കേറ്റുകയും ചെയ്തു. ഈ സംഭവത്തിൽ നഗരസഭാ കൗൺസിലറായ സുനിത ഡിക്സനെതിരെ മരട് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. വൈറ്റിലയിൽ പ്രവർത്തിക്കുന്ന ആർട്ടിക് എന്ന ഹോട്ടലിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ റോഡ്. ഈ റോഡിൽ കൂടി കടന്നു പോകുന്ന കാന പൊളിച്ച് വൃത്തിയാക്കണം എന്ന ആവശ്യവുമായാണ് സുനിത ഡിക്സൺ ഉദ്യോഗസ്ഥരുമായി JCB അടക്കം ഇവിടെ എത്തിയത്. എന്നാൽ ഇത് ചോദ്യം ചെയ്യുക, തങ്ങൾക്ക് മുന്നറിയിപ്പില്ലാതെയാണ്, ഇത്തരത്തിൽ ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് ഇത്തരം പ്രവൃത്തിക്കായി എത്തിയതെന്ന് ഹോട്ടൽ ജീവനക്കാരും ആരോപിച്ചു. തുടർന്ന് ഫോണിൽ ദൃശ്യങ്ങൾ പകർത്താൻ ഇരുന്ന ഹോട്ടൽ ജീവനക്കാരിയെ മർദ്ദിച്ചു. ആ കുട്ടിക്ക് ഇപ്പോൾ പരിക്കേറ്റിരിക്കുകയുമാണ്. ആ സംഭവത്തെപ്പറ്റി ഹോട്ടൽ ജീവനക്കാർ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. ആന വിളിക്കാൻ വേണ്ടി ഒരു മുന്നറിയിപ്പില്ലാതെ അവർ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോട്ടൽ തുടങ്ങി അന്ന് മുതൽ ഇവിടുത്തെ വാർഡ് മെമ്പറാണ് അവർ. അപ്പോൾ വാർഡ് മെമ്പറാകുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെ എല്ലാവരും ബിസിനസ്സുകാർ ചെയ്യാനാണ്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒരു സംഭാവന ഇലക്ഷൻ വരെങ്കിൽ അതുപോലെയൊക്കെ കൊടുക്കും. ആദ്യം അത് നമ്മൾ സാധാരണ ഒരു കൊടുക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ എപ്പോഴും പിരിവായിപ്പോൾ അപ്പോൾ നമ്മളെ കൊടുക്കണമെന്ന് കൊടുത്തപ്പോൾ പോരാണ്ട് വന്നു. അപ്പോൾ അവർ കാശ് മേടിച്ചിട്ട് പോരാണ്ട് വന്നു എന്നുള്ള ഭീഷണിയായിരുന്നു. ഞങ്ങൾക്ക് നിങ്ങളുടെ ബിൽഡിംഗ് വയലേഷൻ ഉണ്ട്, കംപ്ലയിൻറ്റ് കൊടുക്കുന്നതായി. പിന്നെ അങ്ങനെ കാശ് ഒട്ടും കൊടുക്കേണ്ടത്. അപ്പോൾ കൊടുക്കാണ്ടായി കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ കോർപ്പറേഷന് കംപ്ലയിൻറ്റ് കൊടുത്ത് പല രീതിയിൽ നമ്മൾ ബുദ്ധിമുട്ടി. നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ 24 സെൻറ്റ് സ്ഥലമാണ്. അതിനകത്ത് കോർപ്പറേഷൻ അംഗീകരിച്ച പോലെ തന്നെയാണ് നമ്മൾ ബിൽഡിങ് വെച്ചേക്കണത്. പിന്നെ നമ്മുടെ പറമ്പിൽ തന്നെയാണ് ഞങ്ങളുടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ചിലവിൽ നമ്മുടെ പറമ്പിൽ ഒരു കാണ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മുടെ കിഴക്ക് വശത്തുനിന്നൊരു കോർപ്പറേൻ്റെ സ്ലാബ് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ലാബ് നമ്മുടെ പ്രൈവറ്റ് നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് സ്ലാബ് ഇടണമെന്നുണ്ടെങ്കിൽ കിഴക്ക് വശത്തുള്ള ആളുകൾക്ക് നമ്മുടെ ഈ പ്രോപ്പർട്ടി കൂടിയിട്ട് വൈദ്യുതി ജംഗ്ഷൻ വരാൻ എളുപ്പമാണ്. അപ്പോൾ അവർ പറഞ്ഞത് അപ്പോൾ നമ്മളത് നടക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത്, ഞാൻ ഇവിടെ ഇലക്ഷനിൽ നിന്ന് ജയിച്ചേക്കണത് ഈ വഴി ജയിക്കണമെങ്കിൽ തുറന്ന് തരാമെന്നുള്ള കണ്ടീഷനിലാണ് പറഞ്ഞത് ജയിച്ചേക്കണത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, വഴി സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ രാഷ്ട്രീയ ഭാവി പോകും, അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസ വേണം, ഒരു 15 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 15 ലക്ഷം രൂപയല്ല, ഒരു പൈസ തരില്ല. ഇത് തുടങ്ങിയ വൈരാഗ്യമാണ്. തർക്കത്തിനിടയിൽ ഹോട്ടൽ ജീവനക്കാരിയായ പെൺകുട്ടിയുടെ കൈക്കാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുമ്പോഴാണ് നഗരസഭാ കൗൺസിലർ മർദ്ദിച്ചതെന്നാണ് പെൺകുട്ടി പറയുന്നത്. ഇന്നലെ രാവിലെ ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായി. ഞങ്ങൾ ഈ മീറ്റിങ്ങിന് വേണ്ടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ വരുന്ന ടൈമിൽ ഇവിടെ ഒരു JCBയും ആ സ്ത്രീ ഇവിടെ നിൽക്കുന്നുണ്ടായിന്. അപ്പം ഒരു നോട്ടീസ് പോലെ നമുക്ക് കൊടുന്ന് തന്നിട്ടില്ല. അപ്പോൾ അവർക്കിത് പൊളിക്കണം പറഞ്ഞു. അപ്പം നമുക്ക് ഇവിടെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ നിലവേ നമുക്ക് ഒരു ഹോട്ടലാണല്ലോ, അപ്പോൾ നമ്മൾ ബിസിനസ് നടക്കണം. അപ്പം ഞാൻ പറഞ്ഞ ഈ ടൈമിൽ പറ്റൂല, നമ്മളങ്ങനെയൊക്കെ പറഞ്ഞു. ആ പറഞ്ഞ ടൈമിൽ ആ പെണ്ണ് ഞങ്ങളെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക. അപ്പം ഞാൻ പ്രതികരിച്ചിട്ടോ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ പാടില്ല, നീ ഏതടി എന്നാണ് ചോദ്യം വന്നിട്ടുണ്ട്. ബോഡിയൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ സാറുമാരെ മോശം രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ വീഡിയോ എടുത്തു. കാരണം ആൾ സംസാരിക്കുന്നത് നമുക്ക് വേണമല്ലോ. അങ്ങനെ സംസാരിക്കലാണ് എൻ്റെ മൂന്നൊക്കെ കൈവിരിക്കലും ഒരു അനാശ്വാസ്യം തേറി പറഞ്ഞത്. ഈ ഫോണ് തട്ടിമാറ്റിയതാണെന്ന് പറയാം. ഒരിക്കലുമല്ല, എൻ്റെ നല്ല പെയിനുണ്ട്. ആ വേദന ഇപ്പം എനിക്കെല്ലാം അറിയുള്ളൂ. കൈ അയച്ചാല് ഇങ്ങനെ കാട്ടിയതാണ്. ആ വരലുകളെ കാട്ടിനടിയിൽ എനിക്ക് നല്ല പെയിൻ വന്നിട്ടുണ്ട്. എൻ്റെ സാറുമാരൊക്കെ എന്നെ പിടിച്ചു മാറ്റി. ഞാൻ മുഖത്തടിച്ച് ഞാൻ ക്ഷമിക്കും, പക്ഷെ എൻ്റെ കൈ തന്നെയല്ല, എനിക്ക് പെരും വരുത്തം വന്നിട്ടുണ്ട്. നരമ്പിനെന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ സാറുമാർക്ക് കൊണ്ടുപോയി കേസെടുത്തിട്ടുണ്ട്. എക്സ്റേയും ഒക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. സംഭവം ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. നഗരസഭാ കൗൺസിലർ വൈരാഗ്യത്തോടെയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതിനായി എത്തിയതെന്നും വലിയൊരു തുക ആവശ്യപ്പെട്ടു. അത് നൽകാത്തതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്നുമാണ് ഹോട്ടൽ ജീവനക്കാർ പറയുന്നത്. ഏതായാലും ഈ വിഷയം ഇപ്പോൾ വിവാദമായി മാറിയതോടെ ആ വിഷയത്തിൽ നഗരസഭാ കൗൺസിലറും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർക്കടക്കം പരാതി നൽകുമെന്നാണ്
സുനിത ഡിക്സൺ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ താൻ മർദ്ദിച്ചിട്ടില്ല എന്നും മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ അത് തട്ടിമാറ്റുക മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്നുമാണ് നഗരസഭാ കൗൺസിലറായ സുനിത ഡിക്സൺ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിഷയം ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ വിവേക് ജീവനത്തിനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ് TV, കൊച്ചി.